ഹലോ ഗേസ്, ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 1 വീക്ക് കൊണ്ട് തന്നെ 1K സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഇനിയും മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോ നോക്കുകയാണെങ്കിൽ ഈ സ്പോർട്സ് ക്ലബ്ബ് കണ്ടക്ട് ചെയ്ത 10 ലക്ഷം രൂപയുടെ BGMA ടൂർണമെന്റിന്റെ സെമി ഫൈനൽസിന്റെ ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ മോഗോഡ് ആ ഒരു മാച്ചുകളിൽ 3 ചിക്കൻ ഡിന്നർ എടുത്തുകൊണ്ട് അവർ ഫസ്റ്റ് പൊസിഷനിൽ ടീം നിൽക്കുന്നുണ്ട് 83 പോയിന്റുമായിട്ട്. സെക്കൻഡ് ടീം തമിഴാസ് നിൽക്കുന്നുണ്ട് 71 പോയിന്റ്. തേർഡ് ഹൈദരാബാദ് നിൽക്കുന്നുണ്ട് 56 പോയിന്റുമായിട്ട്. ഇനിയും 4 ദിവസമാണ് ഈ ഒരു സെമി ഫൈനൽസിൽ. ഒരു ടീമിന് 18 മാച്ചുകൾ വീതം ഉണ്ടാവും. അപ്പൊ ഈ ഒരു മാച്ചുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ 16 ടീമുകളാണ് ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ ടോപ്പ് ടീമുകൾ ക്വാളിഫൈ ആവും, ഏതൊക്കെ ടീമുകൾ പുറത്താവുന്നുള്ളത്. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഗെയിമായുള്ള ഇൻഡസ് ബാറ്റിൽ റോയാൽ ഈ ഒരു ഒക്ടോബർ 16 തന്നെ ലോഞ്ച് ആകാൻ പോവുകയാണ്. iOS-ലും ഗൂഗിൾ പ്ലേയിലും ഒരുമിച്ചാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു ഗെയിം ഇന്ത്യയിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുള്ളത്. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ 8-bit ജ്യൂസിയെ കുറിച്ചാണ്. BMPSലെ ഫാൻ ഫേവറേറ്റ് പ്ലെയർ ആയിരുന്നു. ഇപ്പൊ 8-bit നിന്നും അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതാ SA12ന്റെ ഭാഗത്തു നിന്നും SA12 ക്രിയേറ്റീവില് ഈ ഒരു ജ്യൂസിയെ എടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഇത് ജ്യൂസി ലൈവ് സ്ട്രീമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി SA12ന്റെ ഭാഗമായിരിക്കും ജ്യൂസി. ഞാൻ ഈ സ്പോർട്സ് പ്ലെയർ ആയിട്ട് വേറെ ഏതെങ്കിലും ഓർഗിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓർഗിലേക്ക് പോകും. പക്ഷേ കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിൽ SA12ന്റെ പാർട്ടായിരിക്കും ജ്യൂസി എന്ന് പറയുന്ന പ്ലെയർ. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്ന ഒരു സാലറി കോൺട്രവേഴ്സി. ഇപ്പൊ T1 ലെവലിൽ നടക്കുന്ന ഇതൊക്കെയാണ്. പ്ലേയേഴ്സിന് 1 lakh 1.5 ലക്ഷം 2 ലക്ഷം സാലറി ഒക്കെ പറയും. പക്ഷെ കുറെ മാസങ്ങൾ കഴിഞ്ഞാലും ആ ഒരു സാലറിയും പ്രൈസ് പൂളൊന്നും കിട്ടാത്തൊരവസ്ഥയാണ് നടക്കാറുള്ളത്. ഇപ്പൊ WSBയിൽ ഉണ്ടായിരുന്ന റൈഡന്റെ ഒരു സ്റ്റോറി നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചു. അതിൽ പറയുന്നത് 8-9 മാസമായിട്ട് ഞങ്ങൾക്ക് ആ ഒരു പ്രൈസ് പൂൾ വിൻ ചെയ്തതിന്റെ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. മാനേജറിനോട് സംസാരിച്ച് കഴിഞ്ഞ മാനേജർ തീരെ റെസ്പോണ്ടും റിപ്ലൈ ഒന്നും തരാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെതിരെ നമുക്ക് WSBയുടെ ഭാഗത്തുനിന്നും ഇപ്പൊ അതിന്റെ റിപ്ലൈ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. WSBയുടെ മാനേജറും ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും പറയുന്നത് ആഫ്റ്റർ BMPS ഈ ഒരു പ്ലേയേഴ്സ് മാനേജ്മെന്റുമായിട്ട് ഒരു റെസ്പോണ്ടും ഇല്ല. മാനേജ്മെന്റ് കോൾ ചെയ്താലും മാനേജ്മെന്റിന്റെ കോളുകളും കാര്യങ്ങളും ഒന്നും ഇവർ എടുക്കാറില്ല. പിന്നെയാണ് മനസ്സിലാക്കിയത് WSBയുടെ ഓർഗിന്റെ അണ്ടറിലുള്ള ഡിവൈസ് എടുത്തുകൊണ്ട് വേറൊരു ഓർഗിൽ അവർ ട്രൈഔട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കാന്ന് ഇവർ അറിഞ്ഞു. എന്നിട്ട് അപ്പോ പ്ലേയേഴ്സ് പറഞ്ഞത് ഇവിടെ ഞങ്ങൾ വില്ലേജിലാണ്, ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ആ ഒരു രീതിയിലാണ് പ്ലേയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് റെസ്പോണ്ട് ഉണ്ടായിരുന്നത്. ആൻഡ് സ്കാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 1.5 വർഷമായിട്ട് ഈ ഒരു ലൈനപ്പിനെ ഒരു കൊണ്ടുനടക്കുന്നുണ്ട്. ഒരു ഒഫീഷ്യലും ഫൈനൽസും പ്ലേയേഴ്സ് കളിച്ചിട്ടില്ല. എന്നിട്ട് പോലും ഇവർക്ക് സാലറി, ബൂട്ട് ക്യാമ്പ്, ഡിവൈസ് എല്ലാ കാര്യങ്ങളും WSB കൊടുത്തിട്ടുണ്ട് എന്നാണ് മാനേജറിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി ഫൈനൽ എന്തായിരിക്കും, ഇതിന് മുന്നോട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് എന്തായാലും വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മൾ എസ്പവറിന് റിലേറ്റഡ് തന്നെയാണ്. എസ്പവർ വീണ്ടും കാർണിവൽ ഗെയിമിംഗിലേക്ക് ഒഫീഷ്യലി ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇത് 3-ാം തവണയാണ് ജോയിൻ ചെയ്ത ഒരു ഓർഗിലേക്ക് വീണ്ടും എസ്പവർ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഗോൾ ലേക്കിൽ 2 തവണ ജോയിൻ ചെയ്തു, പിന്നെ ബ്ലൈൻഡിൽ 2 തവണ ജോയിൻ ചെയ്തു. ഇപ്പൊ കാർണിവൽ ഗെയിമിങ്ങിലും 2-ാം തവണയാണ് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ജോയിനിങ്ങിലൂടെ വീണ്ടും ഒരു കോൺട്രവേഴ്സിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കാരണം ആദ്യം അക്ഷത് ലെഫ്റ്റ് ആയതിന്റെ ഒരുപാട് റീസൺ ഹെക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു റീസൺ എന്ന് പറയുന്നത് ഓർഗിന് 5th പ്ലെയർ വേണ്ട, 4 പ്ലെയർ മാത്രം മതി, അതുകൊണ്ടാണ് അക്ഷത്തിനെ ഒഴിവാക്കിയത്. അതുപോലെ തന്നെ ഷോഗൻ പുതിയതായിട്ട് വന്നതാണ്, അവരുമായിട്ട് ആ ഒരു മിംഗ്ലിങ് സെറ്റ് ആയി വരുന്നുണ്ട്. അപ്പൊ ഷോഗനെ ബെഞ്ചിൽ ഇരുത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് അക്ഷത്തിനെ ഒഴിവാക്കിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് റീസൺ ഹെക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എസ്പവർ വീണ്ടും ലൈനപ്പിലേക്ക് എത്തി, 5-man റോസ്റ്റേഴ്സ് ആയി. അപ്പൊ ഓർഗിന് വിഷയം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഷോഗൺ ഇനി ചിലപ്പോ ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്ന വീണ്ടും ഷോഗണ് പണിയായി. അപ്പൊ ഹെക്ടർ അക്ഷത്തിന് ഒഴിവാക്കാൻ വന്ന റീസൺ ഒക്കെ ഇപ്പൊ എസ്പവർ വന്നതോടുകൂടി പൊളിഞ്ഞിരിക്കുകയാണ്. അതിന്റെ എസ്പവറിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. 5th man ആവാൻ പറ്റാത്തത് കൊണ്ടാണ് സോളിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി കാർണിവൽ ഗെയിമിംഗിൽ വന്ന് എന്തായാലും 5th പ്ലെയർ ആയിട്ട് നിൽക്കില്ല. അപ്പൊ കാർണിവൽ ഗെയിമിംഗിൽ ആരായിരിക്കും ബെഞ്ചിൽ ഇരിക്കാൻ പോകുന്നത്? ഷോഗൺ അല്ലെങ്കിൽ നിയോ, ഗോബ്ലിന്, അല്ലെങ്കിൽ ഹെക്ടർ തന്നെ ഇരിക്കുമോ? എന്തായാലും നമുക്കത് കണ്ടു തന്നെ അറിയാം. എന്തായാലും എസ്പവറിന്റെ ഈ ഒരു പുതിയ എഡിഷൻ എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ, നിങ്ങൾ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്താൻ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.